ഇപ്പോൾ ഷഹബാസിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നു. താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. നിരവധി പേരാണ് ഷഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന ഷഹബാസിന്റെ വിയോഗം ഏവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരു നാടിന്റെ ആകെ വേദനയായി മാറുകയാണ് ഷഹബാസ്. വിവരങ്ങളുമായി ദൃശ്യ ചേരുന്നു. ദൃശ്യ, അവിടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടല്ലോ, വിവരങ്ങൾ. അല്പസമയം മുൻപാണ് ഷഹബാസിന്റെ മൃതദേഹം ഷഹബാസിന്റെ തറവാട്ടിലേക്ക് എത്തിച്ചത്. ഇവിടെ നിരവധി ആളുകളാണ് ഷഹബാസിനെ ഒരു നോക്ക് കാണാനായി, ബന്ധുക്കളും അയൽക്കാരും അടക്കം നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ സ്ത്രീകൾക്കും അയൽവാസികൾക്കും കാണാനായി ഈ ഒരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് കാണാനായി സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇത് കൂടാതെ പ്രാർത്ഥന ചടങ്ങുകളാണ് പുറത്ത് നടത്തുന്നത്. മറ്റുള്ളവരെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഈ ബാക്കിയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് കാണാനായാണ് മദ്രസയിൽ ഇപ്പോൾ ഒരു പൊതുദർശന ചടങ്ങ് നടക്കും. അവിടെ വെച്ചായിരിക്കും മറ്റുള്ളവർക്ക് കാണാനുള്ള, ഈ സഹപാഠികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും അടക്കം കാണാനുള്ളൊരു അവസരം ഒരുക്കുക. ഇപ്പോൾ ഇവിടെ അടുത്ത ബന്ധുക്കൾക്കും ഈ ഒരു സ്ത്രീകൾക്ക് മാത്രം കാണാനുള്ള ഒരു അവസരം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. അകത്തേക്കാണ് ഇപ്പം മൃതദേഹം കൊണ്ടുവരുന്നത്. നമ്മുടെ ഏറ്റവും വിഷമിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ തലയോട്ടി തകർന്നാണ് ഷഹബാസിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു. ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു ഈ ഒരു അപ്രതീക്ഷിതമായ വിയോഗമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഷഹബാസിന്റെ കാര്യത്തിൽ. കാരണം നന്നായി പഠിക്കുന്ന കുട്ടി, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായി കാത്തിരുന്ന കുട്ടി. ഈ ചോദിക്കുന്നവരോടെല്ലാം എനിക്ക് ജോലിയായി, അതിനുശേഷം അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും നല്ലപോലെ നോക്കണം, ഒരു വീടിന്റെ പണിയുണ്ട്, അതൊക്കെ പൂർത്തിയാക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ തറവാട്ടിലേക്ക്, ഈ സ്വന്തം വീട്ടിൽ പോലും കയറാനാകാതെ തറവാട്ടിലേക്ക് ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നത് എന്ന് നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഈ ഒരു അവസ്ഥയിൽ കുട്ടി ഇങ്ങനെ ഒരു സംഭവത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടി, അങ്ങനെ ഒരു ഒന്നിലും പെടാത്ത, അല്ലെങ്കിൽ ആരോടും അങ്ങനെ പ്രകോപനപരമായി പെരുമാറാത്തൊരു കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ മരിക്കുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഷഹബാസിന്റെ വീട്ടുപുറത്തേക്ക് എത്തി. അതിനുശേഷമായിരിക്കും ഈ പൊതുദർശനത്തിനായി ഈ മദ്രസയിലേക്ക്. എത്ര മണിക്കായിരിക്കും പൊതുദർശനത്തിനായി അവിടെ മദ്രസയിൽ എത്തിക്കുക? നമ്മൾ കണ്ടതാണ്, രാവിലെ മുതൽ കുട്ടികളടക്കം വളരെ ദുഃഖിതരായിരുന്നു. അവരെല്ലാം അവിടെ പൊതുദർശനത്തിന് അല്ലെങ്കിൽ ആ മദ്രസയിൽ എത്തുമോ? നമ്മൾ സംസാരിച്ച ഷഹബാസിന്റെ സാക്ഷികളും ഈ കൂട്ടുകാരും അടക്കം എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നന്നായി പെരുമാറിയിരുന്ന കൂട്ടുകാരുടെ കൂടെ ഏറ്റവും നന്നായി സന്തോഷിച്ചിരുന്ന ഒരു സുഹൃത്തിനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ ഷഹബാസിന്റെ സഹപാഠികളെല്ലാം തന്നെ മദ്രസയിൽ വന്നായിരിക്കും ഷഹബാസിനെ അവസാനമായി ഒരു കാണുക. ഈ ഒരു മദ്രസയിലാണ് അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കാരണം ഈ വീട്ടുമുറ്റത്ത് അധികം ആളുകൾ എത്തരുത് എന്ന് തന്നെ കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു. അത് അധ്യാപകരും ഷഹബാസിന്റെ സ്കൂളിലെ അധ്യാപകരും തന്നെയാകും എത്തുക. ഇത് കൂടാതെ തന്നെ ഈ ഷഹബാസിന്റെ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. നാട്ടിലും ട്യൂഷൻ സെന്ററിലും പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. കാരണം ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ കൂട്ടുകാരനെ തനിയെ വിടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ തങ്ങൾ പിടിച്ചു നിർത്തുമായിരുന്നു, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്ന കുറെ കൂട്ടുകാരെ നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇവരൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. കാരണം പ്രതീക്ഷിക്കാത്തൊരു സംഭവത്തിലാണ്, ഒരു അപകടത്തിലേക്കാണ് ഷഹബാസ് പോയത് എന്നറിഞ്ഞപ്പോൾ ഇവരൊക്കെ വലിയ വിഷമത്തിൽ തന്നെയാണ്. ഇവരൊക്കെ തന്നെ മദ്രസയിലാണ് ഇപ്പോൾ തങ്ങളുടെ കൂട്ടുകാരനെ അവസാനമായി കാണാനായി വളരെ വേദനയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു പ്രാർത്ഥന ചടങ്ങുകളാണ് ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത്. അല്പസമയം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്, ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമായിരിക്കും വീട്ടിലേക്ക് പൊതുദർശനം ഉണ്ടാവുക. ഈ സ്ത്രീകളെയും അമ്മയ്ക്ക് കാണണം, അമ്മ അവസാനമായി മകനെ ഒരു നോക്ക് കാണാനായി ഇത്രയും സമയം കാത്തിരിക്കുകയായിരുന്നു.
അമ്മയെ കാണിച്ചതിന് ശേഷം അവസാനമായി കൂട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷഹബാസിനെ ഒരു നോക്ക് കാണാനായി ഈ ഒരു മദ്രസയിലേക്ക് പൊതുദർശന ചടങ്ങിൽ ആയിരിക്കും ഒരുപാട് ആളുകൾ എത്തുക. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥന ചടങ്ങുകളും മറ്റും നടക്കുകയാണ്. ഇവർക്കൊക്കെ അപ്രതീക്ഷിതമായൊരു വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട ഷഹബാസിനെ ഒരു നോക്ക് കാണാനെത്തിയ ആളുകളെയാണ് നമ്മൾ താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അല്പസമയത്തിനകം കിടവൂർ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സംസ്കാരം നടക്കും. നിരവധി ആളുകളാണ് ഷഹബാസിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്.